ഒരിക്കൽ വിദേശത്താണ് ഒരു സഹോദരൻ, ആ വിദേശ രാജ്യത്ത് ജനിച്ചു കൊള്ളുന്ന വ്യക്തിയാണ്. അദ്ദേഹം മിലിറ്ററിയിൽ സേവനം ചെയ്തു, റിട്ടയറായി കഴിഞ്ഞപ്പോൾ മിലിറ്ററിയിൽ നിന്നൊരു നല്ല തുക പുള്ളിക്ക് കിട്ടി. ഈ പുള്ളിക്കാരൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളിക്ക് ഒരേ ഒരു അനുജനേ ഉള്ളൂ. അപ്പോൾ പുള്ളി ആ എമൗണ്ട് ബാങ്കിലിട്ടപ്പോൾ മരണശേഷം സഹോദരന് അത് എടുക്കത്തക്കവണ്ണം അയാളുടെ പേരും കൂടെ ചേർത്താണ് കിട്ടത്. അങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം പുള്ളി സഹോദരൻ്റെ വീട്ടിൽ വന്ന് താമസമാക്കി. സഹോദരൻ അനുജൻ വീടിൻ്റെ 2ാം നിലയിൽ താമസിക്കുന്നു, ചേട്ടൻ താഴത്തെ നിലയിൽ താമസിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന് ഒരു 4-5 മാസത്തേക്ക് കുറേ വിദേശ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള ഒരു താല്പര്യം. അങ്ങനെ അദ്ദേഹം വിദേശ പര്യടനത്തിനായിട്ട് പോയി. വിദേശ പര്യടനത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഈ അനുജൻ അവിടെയുള്ള വളരെ പ്രസിദ്ധനായൊരു വക്കീലിനെ സമീപിച്ച് പറഞ്ഞു, എൻ്റെ ചേട്ടന് ഭയങ്കര ഓർമ്മക്കേടാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ബാങ്കിൽ പണം കിടക്കുകയാണ്, അത് അദ്ദേഹത്തിനും ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്, കാരണം പുള്ളിക്ക് ഓർമ്മക്കേടാണ്, അതുകൊണ്ട് ആ പൈസ എൻ്റെ പേരിലാക്കി തരണം, പുള്ളിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾക്ക് ഓർമ്മക്കേടുണ്ടെന്നുള്ളതിന് തെളിവാണെന്ന് പറഞ്ഞു. അപ്പോൾ തെളിവൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കള്ളത്തെളിവൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഏതായാലും ചുരുക്കി പറയട്ടെ, ആ ജ്യേഷ്ഠൻ സ്ഥലത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ പൈസ എല്ലാം പുള്ളിയുടെ പേരിലാക്കി. ഹല്ലേലൂയ. ജ്യേഷ്ഠൻ വന്നപ്പോൾ ഒറ്റ പൈസ പോലും പുള്ളിയുടെ പേരിലില്ല. പുള്ളി അനുജനോട് ചോദിച്ചു, നീ എന്ത് പണിയായി കാണിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടൻ്റെ മരണശേഷം എനിക്ക് തരാനുള്ളതല്ലേ, ഞാൻ ഇച്ചിരി നേരത്തെ എടുത്തുന്നല്ലേ ഉള്ളൂ എന്നാണ്. ഹല്ലേലൂയ. ചേട്ടന് ആവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ കുറേശ്ശെ തരാം. ഹല്ലേലൂയ. അന്ന് തന്നെ ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഭയങ്കരമായ വിഷമതയും ദേഷ്യവും സങ്കടവും എന്തൊക്കെയാണോ ഉണ്ടായതെന്നറിയാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്ത് മുഴുവൻ ഇത് അവ കൊണ്ടുപോയിരിക്കുന്നു, പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളി ഒരു വക്കീലൊക്കെ കണ്ട് പണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായി. പക്ഷെ പുള്ളിക്ക് ഉറക്കമില്ല, സമാധാനമില്ല. അങ്ങനെ സാഹചര്യത്തിലാണ് അവിടെ ഒരു ധ്യാനം വന്നത്. 3 ദിവസത്തെ ധ്യാനമായിരുന്നു. ആരംഭ ദിവസം തന്നെ ഈ പുള്ളിക്കാരൻ വന്ന് എന്നെ വന്ന് കണ്ട്, അപ്പം ഞാൻ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം കൂടെ എടുത്തിട്ട് അവിടെ ധനാഢ്യനായ വിഡ്ഢി എന്ന് പറയുന്നൊരു ബൈബിൾ ഭാഗമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു ധനാഢ്യന് ധാരാളം വയലേലകളുണ്ടായിരുന്നു, അവനവിടെയെല്ലാം കൃഷി ചെയ്തു, ധാന്യമുണ്ടായി, അതെല്ലാം അവൻ കളപ്പരയിൽ ശേഖരിച്ചിട്ട് അവൻ പറയുകയാണ്, അല്ലയോ ആത്മാവെ തിന്നുക കുടിക്കുക, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ കൈവശം ഉണ്ടെന്ന്. അപ്പം ദൈവം ചോദിക്കുക, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാലോ, ഇതാരുടേതായി തീരും? നമ്മൾ പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്നവയിലേക്ക് നോക്കിയിട്ട് പറയും ഇത് എൻ്റെതാണ്. പക്ഷെ അടുത്ത സെക്കൻഡിൽ അത് നിൻ്റെതായിരിക്കണമോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നീ അല്ലേ തീരുമാനിക്കുക. നിന്റെ ആത്മാവിനെ പിൻവലിച്ചാൽ നിന്റെ ഉടമസ്ഥാവകാശം തീർന്നു. അപ്പം ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നത് നാളെ നിന്റെ കയ്യിൽ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. അതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിലിരുന്നാലും അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ആരുടെ കയ്യിൽ നാളെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ദൈവമാണ്. നീ അല്ല അതിൻ്റെ ഉടമസ്ഥൻ, ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം ഞാനിത് വെച്ചിട്ട് ആ സഹോദരനോട് പറഞ്ഞു, ഈ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അത് ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥനെന്ന് ഏറ്റുപറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാൽ, നമ്മുടെ ഉടമസ്ഥാവകാശത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇത് ദൈവമാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് ഏറ്റുപറഞ്ഞാൽ അതാണ് സത്യം. അങ്ങനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു വിശ്വാസി പറയുക അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ കൊണ്ടുപോയി എന്നാണ്. നഷ്ടബോധം ഒരിക്കലും ഒരു വിശ്വാസിക്ക് വരുന്നില്ല. കാരണം എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ കയ്യിൽ നിന്ന് മാറിയാലും അത് നിന്റെ കയ്യിൽ ഇരുന്നപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു, നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയാണ്. അപ്പം നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ്, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ സഹോദരനോട് പറഞ്ഞ് കുറേ സമയം ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്നപ്പോഴും അത് ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ദൈവം തന്നെയാണ് എൻ്റെ ഉടമസ്ഥൻ. അത് എൻ്റെ സഹോദരൻ്റെ കയ്യിലൊന്നും അല്ല ഇരിക്കുന്നത്, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് നാളെ ആരുടെ കയ്യിലിരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്ന വലിയ സത്യം അംഗീകരിച്ചുകൊണ്ട് അവൻ ഉറക്കെ ദൈവത്തെ കൊണ്ട് സ്തുതിച്ചു. കുറേ നേരം സ്തുതിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉള്ളിൽ നിന്ന് ആ ദുഃഖമൊക്കെ അങ്ങ് വിട്ടുപോയി. മനസ്സ് നല്ല സമാധാനത്തിൽ വന്നു. അദ്ദേഹം പറയണം, അന്ന് രാത്രി പുള്ളി സുഖമായിട്ട് ഉറങ്ങി. കുറേ നാൾ കൂടി ഉറക്കില്ലായിരുന്നു. അടുത്ത ദിവസം കൂടുതൽ ഉണർവോടുകൂടി പുള്ളി എഴുന്നേറ്റ് വന്നു. പുള്ളിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയെങ്കിൽ സത്യമാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്. അപ്പോൾ അതിനകത്ത് സത്യമുള്ളത് കൊണ്ടാണ് എനിക്ക് സമാധാനം കിട്ടിയത്. നുണ മനുഷ്യനെ അടിമയാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് സത്യം മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ ഉടമസ്ഥയിൽ തന്നെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആ 3 ദിവസത്തെ ധ്യാനത്തിലും പുള്ളി സുഖമായിട്ട് ഉറങ്ങി. മനസ്സ് നല്ല സമാധാനത്തിലായി. ധ്യാനം കഴിഞ്ഞ പുള്ളി വളരെ കൂളായിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. വീട്ടിൽ ചെന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്നുപോയി. ഞാൻ 2-3 മണിക്കൂറിനുള്ളിൽ ആ എമൗണ്ട് മുഴുവൻ ചേട്ടൻ്റെ പേരിലാക്കുന്നതാണ്. ഇനി ഒരിക്കലും ഞാനിങ്ങനെ വിട്ടത് ചെയ്യുകയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവം മടക്കിയതൊക്കെ തിരിച്ചു തരുന്നത്. ദൈവത്തിന് 10,000-കണക്കിന് വഴികളുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ മറ്റുള്ളവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന വലിയൊരു നുണചിന്ത നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തലയ്ക്കകത്തിരുന്നുകൊണ്ട് നമ്മൾ പറയും, എൻ്റെ ബാല്യകാലം നഷ്ടപ്പെട്ടു, എനിക്ക് സ്നേഹം കിട്ടിയില്ല, എൻ്റെ ഇത്രയും നാളത്തെ കുടുംബജീവിതം തുലച്ചുപോയി, എൻ്റെ ജീവിത പങ്കാളി എനിക്ക് സ്നേഹം തന്നില്ല. അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ തന്നെ ഞാൻ അനുഭവിക്കേണ്ട സമ്പത്തിത നാട്ടുകാരുടെ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കുകാരുടെ കയ്യിലിരിക്കുന്നു, വേറെ പലരുടെയും കയ്യിലിരിക്കുന്നു, അവരടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ നീയല്ല, ദൈവമാണെന്ന് ഏറ്റുപറയാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ യഥാർത്ഥ ഉടമസ്ഥനെ നീ കണ്ടെത്തുന്നവരെയും നിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കാൻ പറ്റും. മറ്റുള്ളവരുടെ കയ്യിലേക്കാണ് ഇരിക്കുന്നത് കണ്ടാൽ നീ അവരുടെ കയ്യിലേക്ക് നോക്കുകയുള്ളൂ. അവരുടെ കയ്യിലേക്ക് നീ നോക്കുന്നതിൻ്റെ അടയാളമാണ് നിൻ്റെ ഉള്ളിലെ വെറുപ്പ്, ദേഷ്യം, അരിശം, പരാതി, അസൂയ എന്ന് തുടങ്ങിയ മുഴുവനും എല്ലാ നെഗറ്റീവ് ചിന്തകളും ദൈവമല്ലാത്ത വേറെ എന്തോ ഒന്നിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് തമ്പുരാന് നേരെ നോക്കാനായിട്ട് സാധിക്കണം. നീ മറ്റുള്ളവരുടെ നേരെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അറിയുന്നില്ല, നീ നിന്നെ തന്നെ അവരുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. നിനക്ക് മറ്റുള്ളവരുടെ അടിയിൽ നിനക്ക് വളരാൻ പറ്റിയല്ല. മറ്റുള്ളവരുടെ വളരാത്ത മനസ്സിൻ്റെ അടിയിൽ നീ നിൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് വെച്ചാൽ നീ നിൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് നിന്നെ വൈകാരികമായിട്ട് കൺട്രോൾ ചെയ്യാൻ നീ ലൈസൻസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ കൺട്രോൾ ചെയ്യാൻ നീ മറ്റു ആൾക്കാർ ലൈസൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചോദ്യം, നീ നിന്നെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കസേരയുടെ അടിയിൽ കയറി ഇരിക്കാം, വേണമെങ്കിൽ കസേരയുടെ മുകളിലിരിക്കാം. ഒരാൾ അടിയിൽ കയറി എന്നിട്ട് പറയുകയാണ് എനിക്ക് മാത്രം പൊങ്ങാൻ സ്പേസ് ഇല്ലെന്ന്. നീയാണ് തീരുമാനിക്കേണ്ടത് എവിടെ ഇരിക്കണമെന്ന്. നീയാണ് തീരുമാനിക്കേണ്ടത് നിൻ്റെ ജീവിതം എവിടെയാണ് വെക്കേണ്ടത് എന്ന്. നീ ദൈവപിതാവിനെ കീഴിൽ വെച്ചാൽ നിനക്കവിടെ വളരാനുള്ള വഴിയുണ്ട്. നീ മറ്റുള്ളവരുടെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അനുഭവപ്പെടുന്നത് അടിമത്തമായിരിക്കും. അവർ തന്നെ കീഴ്പ്പെടുത്തുന്നു, അവർ തന്നെ ഭരിക്കുന്നു, അവർ തന്നെ ഉപദ്രവിക്കുന്നു, അവർ തന്നെ നയിക്കുന്നു. ഇമോഷണലായിട്ട് പോലും അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ നീ ലൈസൻസ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. 1 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നില്ലേ, അല്ലയോ മനുഷ്യ, നിനക്ക് എന്ത് മാഹാത്മ്യമാണുള്ളത്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി സ്വീകരിക്കാത്തതായി നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം തരാത്തതായിട്ട് നമ്മുടെ കൈവശം എന്താണ് ഇരിക്കുന്നത്? അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ സാധിക്കാത്തപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് നമ്മൾ മുകളിലേക്കൊന്ന് ഉയർത്തി
ദൈവം നമുക്ക് ഇളച്ചു തന്നതിനെക്കുറിച്ച് ധ്യാനിക്കുക. ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ, ഇത് തമ്പുരാൻ തന്ന സൗജന്യ ദാനമാണിത്. ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ വരിക. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം, ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും കൂടി നിനക്കുണ്ടാക്കി വയ്ക്കുന്ന നഷ്ടം, അതൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ നീ ക്ഷമിക്കാത്തത് മൂലം നീ നിനക്ക് വരുത്തുന്ന നഷ്ടം നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്, നമ്മുടെ സങ്കല്പത്തിന് അതീതമാണ്. കാരണം ഈ 10,000 താലന്ത് ഒരിക്കലും അവർ കൊടുത്തു വിട്ടാൻ പറ്റിയ. അപ്പോൾ ആ നഷ്ടം എന്തായിരിക്കും? നിത്യമായ നാശമായിരിക്കും. അത് വലിയൊരു ആത്മീയ നഷ്ടമായിരിക്കും. മനുഷ്യ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? ഈ വലിയ നഷ്ടത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് ഇളച്ചു കൊടുക്കാനുള്ളത് എത്രയോ ചെറുത്, ദൈവം നമുക്ക് ഇളച്ചു തന്നത് എത്രയോ വലുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 5 യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട്. മരണകരമായ പാപം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മരണകരമായ പാപത്തിൽ ഇരിക്കുന്ന വ്യക്തി, ഈ മരണകരമായ പാപത്തിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ചുമ്മാ അതും ഇതും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഒരു യുവാവ്, അവന് ഭയങ്കരമായ വൈരാഗ്യത്തിനും വെറുപ്പിലിരിക്കുകയാണ്. അവൻ്റെ ഭാര്യയായിട്ടൊക്കെ ഭയങ്കര വെറുപ്പിലിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവന് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ഫലവും ആ പ്രാർത്ഥനയ്ക്കില്ല. ഇവൻ രോഗിയാണ്, ഇവൻ ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവുമില്ല. കാരണം ഇവരിയ്ക്കുന്ന വെറുപ്പിലാണ്. അതുകൊണ്ട് വെറുപ്പ് വിട്ടുപോകാതെ നീ ഈ ലോകം മുഴുവനും നിനക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഫലിക്കുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ മരണാർഹമായ പാപത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഗൗരവം വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, ശത്രുവിനെ സ്നേഹിക്കുക എന്ന കൽപ്പന ലോകത്തിൽ ഒരൊറ്റ പുസ്തകത്തിലേ ഉള്ളൂ. ഈ ലോകത്തിൽ ധാരാളം മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ലോകത്തിലെ ഒരൊറ്റ മതഗ്രന്ഥത്തിൽ മാത്രമേ ശത്രുവിനെ സ്നേഹിക്കുക എന്ന കൽപ്പനയുള്ളൂ. ലോകത്തിലെ മറ്റ് പല ഗുരുഭൂതന്മാരും ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ ഗുരുവേ ലോകത്തിലുള്ളൂ, അത് യേശുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളാണെങ്കിലും ചിലപ്പോൾ പറയും, ഞാൻ വഴക്കണമൊന്നുമില്ല, അങ്ങ് ക്ഷമിച്ചേക്കാം, പിന്നെ സ്നേഹിക്കാനും എന്നെ കൊണ്ട് കിട്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് ഈശോയാണ്. ഈ കൽപ്പനയുടെ ഒരു പ്രത്യേകത എന്താണ്? ഈ കൽപ്പന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയും, ഇത് നടക്കുന്ന കാര്യമല്ല. അത് അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും ഒരു കാലത്തായാലും ശരി, ഇത് മനുഷ്യന് അസാധ്യമാണ് ഈ കൽപ്പന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു മാനുഷിക ഗ്രന്ഥത്തിലും ശത്രുവിനെ സ്നേഹിക്കുക എന്ന കൽപ്പന കാണുകയില്ല. കാരണം മാനുഷിക ബുദ്ധിയുള്ളവർക്ക് ആ കൽപ്പന എഴുതാൻ പറ്റിയല്ല. അത് എഴുതിയത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഈശോയ്ക്കും അറിയാം ഇത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്.
അപ്പോൾ മനുഷ്യന് അസാധ്യമായ ഈ കാര്യത്തെ നമുക്ക് ഈശോ തരുമ്പോൾ അത് സാധ്യമാകാനുള്ള ചില കാര്യങ്ങൾ ഈശോ നമുക്ക് കാണിച്ചു തരും. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നിക്കോദേമോസ് എന്ന് പറഞ്ഞ പണ്ഡിതൻ ഈശോയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിക്കോദേമോസ് ചിന്തിച്ചു, ഞാൻ ആദ്യം ഈ ഭൂമിയിൽ ജനിച്ചത് എൻ്റെ മാതാപിതാക്കന്മാർ ശരീരം തന്നപ്പോഴാണ്. വീണ്ടും ജനിക്കണമെങ്കിൽ ശരീരം വേണ്ടേ? വൃദ്ധനായി എനിക്ക് ശരീരം തരാൻ എൻ്റെ അപ്പനമ്മയ്ക്ക് സാധിക്കുമോ ഇനി? അപ്പോൾ വീണ്ടും ജനിക്കാനുള്ള ശരീരം ആര് തരും? അതാണ് നിക്കോദേമോസിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കാണുന്ന യോഹന്നാൻ 6 അവിടെ ഈശോ വ്യക്തമാക്കിയിരിക്കുകയാണ്, വീണ്ടും ജനിക്കാനുള്ള ശരീരം തരുന്നത് ഞാൻ തന്നെയാണ്, അത് എൻ്റെ ശരീരമാണ്. അവിടെ ഒന്നും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് വിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വൈദികൻ വിശുദ്ധ കുർബാന നമ്മുടെ നാല് വെച്ച് തരുമ്പോൾ പറയുന്നത് മിശിഹായുടെ ശരീരം എന്നാണ്. ഇതാ യേശുവിന്റെ ശരീരം നിനക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നതാണ്, ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥമായ ഭക്ഷണമാണ്, രക്തം യഥാർത്ഥമായ പാനീയമാണ്, ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഈശോ ഇങ്ങനെ പ്രസംഗിച്ച നിമിഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ജനക്കൂട്ടം ഇറങ്ങിപ്പോയി. കാരണം ഇവ നരഭോജനത്തിനായിട്ട് പ്രേരിപ്പിക്കാൻ നമ്മുടെ ഇറങ്ങിപ്പോയി. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാത്രം അവിടെ ഇരുന്നു. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ മിണ്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് കയറുന്നത് കണ്ടാലോ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ സ്വർഗാരോഹണവുമായിട്ട് യേശു അങ്ങോട്ട് ബന്ധപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയാവ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എലീശ. ഏലിയാവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഏലിയാവ് ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ എലീശ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടണം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിനക്കത് കിട്ടും, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ മതി. പക്ഷെ അത് എപ്പോഴാണ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെ അന്ന് മുതൽ എലീശ ഗുരുവായ ഏലിയാവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഘട്ടം വന്നു, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എലീശ അത് കണ്ടു. ഏലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ വീണു. അങ്ങനെ എലീശയ്ക്ക് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടി. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഈ ഏലിയാവിനെ പോലെ പുതപ്പിട്ടുകൊണ്ടല്ല യേശു കയറിപ്പോയത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ മേൽ തൻ്റെ ശരീരവും രക്തവും പകർന്നു തന്നുകൊണ്ടാണ് യേശു കയറിപ്പോയത്. ഇതാ യേശുയുടെ ശരീരം നമുക്ക് തന്നിരിക്കുന്നു. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. എന്തിനാണ് ഈ ശരീരം നമുക്ക് തന്നത്? ഈ ശരീരം നമുക്ക് തന്നത് ആ ശരീരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. ആ ശരീരത്തിനകത്ത് ഒരൊറ്റ ഓർമ്മയേ ഉള്ളൂ,
അത് മാനവരാശിയെ മുഴുവനും സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഓർമ്മ കൊണ്ട് നിറഞ്ഞതാണ് യേശുവിൻ്റെ ശരീരം. പിന്നെ നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൽ കാണുന്നത് ആ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ആത്മാവാണ്, ചലിപ്പിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്: ആത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി എന്ന്. സ്ഥലവും മറ്റും കുലുങ്ങാത്ത ഒന്നാണ്, ചലിക്കാത്ത ഒന്നാണ്. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ചലിക്കാത്ത സ്ഥലം പോലും ചലിക്കാൻ തുടങ്ങി. എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ ഓർക്കുക, ഈശോയുടെ ശരീരം മുഴുവനും സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് ആ ശരീരത്തിൽ പ്രവർത്തിച്ച് സ്നേഹത്തെ വെളിയിലേക്ക് ഒഴുക്കും. കാരണം പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് യേശുവിൻ്റെ സ്നേഹത്തെ വെളിയിലേക്ക് പരിശുദ്ധാത്മാവ് ചലിപ്പിച്ച് ഒഴിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നാം ഈശോയുടെ ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ശരീരം മുഴുവനും സ്നേഹമാണ്. അതിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ആ ശരീരത്തിൽ നിന്ന് സ്നേഹത്തെ വെളിയിലേക്ക് ചലിപ്പിക്കുന്നു. അങ്ങനെ ഈശോയുടെ ശരീരത്തിൽ നിന്ന് സ്നേഹം ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോൾ പ്രിയപ്പെട്ടവരെയും അതൊരു പ്രത്യേക ദിശയിലേക്കാണ് അത് ഒഴുകുന്നത്. ഒരു പ്രത്യേക ദിശയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ ചലിപ്പിച്ചൊഴുക്കുന്നത്. അത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്ത വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ ഒഴുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ദൈവാത്മാവ് സ്നേഹത്തെ വെളിയിലേക്ക് ചലിപ്പിക്കുന്നു. എങ്ങോട്ടാണ് ചലിപ്പിക്കുന്നത്? ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്തവരിലേക്ക്. ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്ത ആളുകളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആരാണ് നിന്നെ തെറി പറയുന്നത്? ആരാണ് നിനക്കെതിരെ സംസാരിക്കുന്നത്? ആരാണ് നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ കയ്യിലാണ് നിനക്ക് തരാൻ സ്നേഹമില്ലാത്തത്. നമ്മളവരെ വിശേഷിപ്പിക്കുന്നത് ശത്രുക്കൾ എന്നാണ്. അപ്പം ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം ഇതാ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ആദ്യമായി ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം നമ്മൾ ദർശിക്കുന്നത് കാൽവരി കുരിശിലാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴും ശത്രുക്കൾ ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ആ സ്നേഹം എങ്ങോട്ടാണ് ഒഴുകിയത്? തന്നെ വേദനിപ്പിച്ച വ്യക്തികളിലേക്ക്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി പരസ്യമായി ശത്രുവിലേക്ക് ഒഴുകിയ ഒരു സ്നേഹപ്രവാഹം നമ്മൾ കാണുന്നത് കാൽവരി കുരിശിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൽ ആരംഭിച്ച ശത്രുവിലേക്ക് ഒഴുകുന്ന ഈ സ്നേഹപ്രവാഹം ഉണ്ടല്ലോ, ഇന്ന് ഈശോയുടെ ശരീരം കാൽവരി കുരിശിലല്ല കിടക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് അത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കാൽവരിയിൽ തുടർന്ന ആ സ്നേഹത്തിൻ്റെ പ്രവാഹം ഇതാ നമ്മളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം ഇതാ കുർബാന സ്വീകരിക്കുന്ന വഴി നിനക്ക് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.